അസ്സലാമലൈക്കും. ഇതാണ് നമ്മളെ ബയോബിന്. ഇത് പഞ്ചായത്തിൽ എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ അടുത്ത ദിവസമാണ് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ പാർട്സുകളൊക്കെ ഫിറ്റ് ചെയ്യണതും ഇതിൽ മാലിന്യങ്ങൾ ശേഖരിക്കണതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് വീഡിയോ എടുക്കാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പണി അറിയില്ലല്ലോ, അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാനിപ്പോൾ ഇത് പറയണത്, കാണിക്കണത്. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്കത് കാണിച്ചാലോ. അതായത് ഇതിൻ്റെ കാറ്റലോഗ് ഉണ്ടല്ലോ, അതിൽ നോക്കിയിട്ടും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പിന്നെ ഒരാളിത് ഇതിനെപ്പറ്റി പറഞ്ഞു തരുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവണ ഈ ഒരു രൂപമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ പിന്നീടുള്ള കാര്യങ്ങൾ എല്ലാതും ഞാൻ ഇൻഷാ അല്ലാ പറയാം. ഇത് പിന്നെ ഇതിൻ്റെ ബിന്നിൻ്റെ താഴെ ഏറ്റവും താഴെ വരേണ്ടതായ റിങ്ങാണിത്. പിന്നെ ഈ ഒരു റിങ്ങാണ് നമ്മൾ ഏറ്റവും താഴെയായിട്ട് വരേണ്ടത്. ഈ ഒരു റിങ്ങാണ്. അതിൻ്റെ മേലെ ഒരു പിന്ന് ഫിറ്റ് ചെയ്ത് വെക്കുക. ഒരു റിങ് വെക്കുക. പിന്നെ ഒരു പിന്ന് ഫിറ്റ് ചെയ്യുക. വീണ്ടും ഒരു റിങ് ഫിറ്റ് ചെയ്യുക. അതിന് മേലെ ലാസ്റ്റ് ഈ ഒരു ഇതിന് വെക്കുക. അതിന് മേലെ ഇതിൻ്റെ മൂടി വെക്കുക. മൂടിയുടെ ഒരു പിടുത്തം അത് സെപ്പറേറ്റാണ് ഇതിൽ വെച്ച് കാണുന്നത്. അത് നമ്മളിത് നന്നായി ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അത് കുറച്ച് ബലം പ്രയോഗിച്ച് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഏറ്റവും താഴെ നമ്മൾ ഈ ഒരു ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നമ്മളിതിൽ മാലിന്യങ്ങൾ ശേഖരിക്കുമല്ലോ, അതിൻ്റെ സ്ലറി ആ ദ്രാവകം കൂറി വന്ന് ഇതിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മളത് എടുത്തിട്ട് നല്ലൊരു ജൈവ സ്ലറിയാണ്. നമുക്ക് അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ? പിന്നെ ഇതാണ് നമ്മളെ ഇനോക്കുലം എന്ന് പറഞ്ഞ, അതായത് മാലിന്യങ്ങളൊക്കെ വളാക്കി മാറ്റാനുള്ള, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഈ ബയോബിന് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയതാണ്. അപ്പോൾ ഇതും പിന്നെ നമ്മളെ ചകിരിച്ചോറ് പിന്നെ ഇനോക്കുലം കൂടെ നമ്മൾ ഒരു 3 ഇഞ്ച് കട്ടിയിൽ ഇതിൽ നിരത്തി കൊടുക്കണം. ഏറ്റവും മേലത്തെ ബിന്നിൽ നന്നായി വളമായി മാറും കേട്ടോ. ഇത് നമ്മളെ ചകിരിച്ചോറാണ്. 3 പിടി ഇനോക്കുലം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 3 പിടി ചകിരിച്ചോറും ഇട്ട് കൊടുത്താൽ ഏകദേശം ഒരു 3 ഇഞ്ച് കട്ടിയിൽ ആയി കിട്ടും. ഏകദേശം ആയിട്ടുണ്ട്. മതി, ഇത്ര ആവശ്യമുള്ളൂ. പിന്നെ നമ്മൾ മാലിന്യങ്ങളൊക്കെ ഇങ്ങനെ ഒരേ പ്രാവശ്യം ഇട്ട് കൊടുക്കുന്നതും അതിൻ്റെ മേലെ ഇതുപോലെ നമ്മൾ നിരത്തി കൊടുക്കണം. ഈ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയും ഉള്ളിത്തൊലിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരുവിധം പാകമായിട്ടുള്ളൊരു പരുവത്തിലാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ? ചീഞ്ഞ് ഒരുവിധം പാകമായിട്ടുണ്ട്. ഇത് 2-3 ദിവസം ഞാൻ ശേഖരിച്ച് വെച്ചതിൻ്റെ പേരിലാണ് ഞാനിതിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ട് ഞാൻ 2-3 പാത്രങ്ങളിലൊക്കെ ആക്കിയിട്ട് ഞാൻ വെച്ചതാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഇനോക്കുലും ചകിരിച്ചോറും വെതറി കൊടുക്കാം ഇൻഷാ അല്ലാ. ഇനി കുറച്ച് ചകിരിച്ചോറ്. നമ്മളെ ചക്രമത്ത, പിന്നെ പഴുത്ത മാങ്ങയുടെ തൊലി, അത്തരം സാധനങ്ങളാണ്. ഇത് ഞാൻ 2-3 ദിവസം ശേഖരിച്ച് വെച്ച മാലിന്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഞാൻ കാണിക്കാം ഇൻഷാ അല്ലാ. അപ്പോൾ നമ്മളിതിങ്ങനെ നമ്മൾ മാലിന്യങ്ങളൊക്കെ ചെറിയ പീസുകളാക്കി ഇട്ട് കൊടുത്തതാണെങ്കിൽ അത്രയും പെട്ടെന്ന് നമുക്കിത് വളമായി കിട്ടും. ഇങ്ങനെ നിരത്തി കൊടുക്കും. അപ്പോൾ ഇതിങ്ങനെ മൂടി വെച്ച്
വെയിലും മഴയൊന്നും തട്ടാത്ത ഭാഗത്തായിട്ട് നമ്മളിത് വെക്കണം. ഇനി ഉറുമ്പ് വരണുണ്ടെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ സ്വല്പം മഞ്ഞൾപ്പൊടി ചുറ്റും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ ഇനിയും കുറച്ചും കൂടെ വേസ്റ്റ് ഇടാനുള്ള സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ഇട്ട് ഏകദേശം ഫുള്ളായതിന് ശേഷം ഏറ്റവും മേലെ ഇതുപോലെ ഇനോക്കുലം ചകിരിച്ചോറും ഇട്ട് ഫുള്ളായതിന് ശേഷം അടച്ച് വെച്ച് ഈ ഒരു ബിന്ന് നമ്മൾ ഏറ്റവും താഴേക്ക് വെക്കുക. ഏറ്റവും താഴെ വരണം. എന്നിട്ട് വീണ്ടും ഈ ചെയ്തതുപോലെ വേസ്റ്റുകൾ ഇട്ട് കൊടുക്കുക. പിന്നെ അടിയത്തേലും ഈ രണ്ടെണ്ണത്തിനും ഫുള്ളായി കഴിഞ്ഞാൽ ഏറ്റവും മേലെ വെച്ചിട്ടുള്ള ഈ ബിന്ന് വളമായിട്ടുണ്ടായിരിക്കും. ഇത് രണ്ടും നിറഞ്ഞ് കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വെച്ചതായ ഇത് വളമായി മാറിയിട്ടുണ്ടാവും എന്നാണ് പറയണത് കാറ്റലോഗിൽ. അപ്പോൾ ആയിട്ട് ആവാൻ സാധ്യത ഉണ്ട്. കാരണം ഈ വേസ്റ്റിൻ്റെ മേലെ നമ്മൾ ഈ ചകിരിച്ചോറും ഇനോക്കുലും ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇത് വളം ആയി മാറാൻ സാധ്യത ഉണ്ട്. പിന്നെ അതിൽ വല്ല എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുമ്പോഴാണ് താമസം വരുന്നത്. പിന്നെ മുട്ടത്തോട് പോലുള്ള സാധനങ്ങളൊക്കെ ചിലപ്പോൾ വളമായി മാറാൻ കുറച്ച് ടൈം എടുക്കും. അത് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത് വെയിലും മഴയൊന്നും തട്ടാത്ത ഒരു സൈഡിലായിട്ട് നമ്മൾ വെക്കുക. അപ്പോൾ അതാണ് നമ്മളെ ബയോബിന്നിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രകാരം ചെയ്ത് നോക്കുക. വിജയിക്കുമെന്ന് പ്രതീക്ഷിക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.